നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും പൊട്ടൻ പടത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പൊട്ടൻ പടത്തിൽ അതിഥിയായി എത്തുന്നത് ജനറേഷൻ സംവിധായകൻ ചേസു അഥവാ ചേമ്പുംകണ്ടത്തിൽ സുകുമാരനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ന്യൂ ജനറേഷൻ സംവിധായകൻ മിസ്റ്റർ ചേസു. നമസ്കാരം സർ. ഹായ്, ഗുഡ് മോർണിംഗ് ബ്രോ. യോ സർ, സാറിനോട് എന്റെ ആദ്യത്തെ ചോദ്യം, സാർ എങ്ങനെയാണ് ഈ ന്യൂ ജനറേഷൻ സംവിധായകനായി മാറിയത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുമ്പോ ഇഷ്ടം പോലെ തെറി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. എന്നിട്ട് അപ്പൊ എന്റെ ഈ പച്ചത്തെറി കേട്ട് എന്റെ സ്വന്തം അളിയൻ വന്ന് എന്നോട് ചോദിച്ചു, അളിയൻ മനോഹരമായിട്ട് തെറി പറയുന്നുണ്ടല്ലോ, അളിയൻ അങ്ങനെയാണെങ്കിൽ പോയി ഒരു ന്യൂ ജനറേഷൻ സിനിമ സംവിധാനം ചെയ്തുകൂടെയെന്ന്. സ്പോട്ടിൽ തന്നെ അളിയനെയും കുടുംബത്തിനെയും വാരിയിട്ട് തള്ളയ്ക്കും വിളിച്ചിട്ട് ഞാൻ നേരെ പോയി. എങ്ങോട്ട്? ന്യൂ ജനറേഷൻ സിനിമ സംവിധാനം ചെയ്യാൻ. ദൈവമേ, ഞാൻ സാറിന്റെ അടുത്തൊരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ? ഒന്ന് ഹൈഡ് ചെയ്യണ്ട, ഫുൾ ഓപ്പൺ ഇറ്റ്. സാറിന്റെ കഴിഞ്ഞ പടത്തില് നായകനും നായികയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു വീണ വായന കേട്ടു. സത്യം പറഞ്ഞ ആ സീനിൽ വീണയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വാട്ട് എ ബൂളിഷ്നെസ്. അത് വീണ വായനയല്ല. പിന്നെ ഈ നായകനും നായികയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റിൽ ഉള്ളതിനേക്കാൾ തെറികൾ വീണ്ടും കയറി വന്നു. എന്നിട്ട് ആ സ്ഥലത്തൊക്കെ സെൻസറുകാർ ഇട്ടു. അവസാനം എല്ലാം കൂടെ കയറി വന്നപ്പോ ഒരു വീണ വായനയായിട്ട് തോന്നിയതാണ്. സാറിന്റെ ഏറ്റവും പുതിയ പ്രോജക്ട് ഏതാണ്? വാട്ട് എ നൈസ് ക്വസ്റ്റ്യൻ. എന്തു പറ്റി സാർ? ഈ പറഞ്ഞപ്പോ കോട്ടുവാ കയറി വന്നത്. ഞാനൊരു പട്ടി ഊരിയിട്ടതാണ്. പട്ടി ഇവിടെയൊന്നും ഊരിയിടാൻ സമ്മതിക്കില്ലല്ലോ. Look man, I am always thinking different way. എല്ലാവരും ചിന്തിക്കുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ വടക്കൻ വീരഗാഥ എന്ന സിനിമയുടെ ഒരു ന്യൂ ജനറേഷൻ വിവർഷനാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അയ്യേ, മനസ്സിലായില്ലേ സാർ? ചന്തുവിനെയും കൊല്ലും, ഉണ്ണിയാർച്ചയും ചാകും. അല്ല സാർ, ഈ വടക്കൻ വീരഗാഥ എന്നൊക്കെ പറയുമ്പോ അത് ഈ നമ്മുടെ MT സാറിന്റെ സ്ക്രിപ്റ്റ് അല്ലേ? സോ വാട്ട് പേര് പോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റും ഫുൾ MT ആയിരുന്നില്ലേ? ഒരു ഒറ്റ പോലും അവർക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചോ? ടെൽ മീ. പിന്നെ എന്റെ ഈ പടത്തിൽ മറ്റൊരു പ്രത്യേകത, ഉണ്ണിയാർച്ച ഒരുപാട് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അല്ല സാർ, അതിപ്പോ പഴയ പടത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ എന്റെ ഈ പടത്തിൽ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നത് ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. നോ ഹൈഡിങ്, ഫുൾ ഓപ്പൺ. അത് കലക്കി സാർ. സാറിന്റെ ഈ അരയില് ഒരു 3-4 പൗച്ച് ഞാൻ ശ്രദ്ധിച്ചു. ഇതെന്താണ് സാർ? അയ്യോ, അത് പൗച്ചല്ല. സത്യം പറഞ്ഞാൽ ഇത് കഞ്ചാവ്, ഇത് ബ്രൗൺ ഷുഗർ, ഇത് പെത്തഡിൻ. ഇതൊക്കെ ഉണ്ടെങ്കിലേ ന്യൂജിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ബെഡ്റൂമിൽ കാണിക്കേണ്ട പല കാര്യങ്ങളും ഡൈനിങ് റൂമിൽ കാണിക്കുന്നതും, ഡൈനിങ് റൂമിൽ കാണിക്കേണ്ട പല കാര്യങ്ങളും ബാത്റൂമിൽ കാണിക്കുന്നതും. ഓഫ് കോഴ്സ്. അതുകൊണ്ട് തന്നെ എന്റെ ഈ സിനിമ തുടങ്ങുന്നതും ക്ലോസറ്റിന്റെ ക്ലോസപ്പ് ഷോട്ടിൽ നിന്നാണ്. ഇതാണ് ഒരു സിനിമയുടെ വൃത്തിയായ ആരംഭം. സാറിന്റെ വടക്കൻ വീരഗാഥയില് ആദ്യം ചിത്രീകരിച്ച രംഗം ഏതാണ്? ആ പഴയ ആരോമലും കീരോമലും എന്ന് പറയുന്ന 2 കൂറ പയ്യന്മാരില്ലേ, അവര് ചന്തുവിനെ കാണാൻ വരുന്നതാണ്. പക്ഷേ ആ പഴയ ചീള പേരുകളെല്ലാം ഞാനങ്ങ് മാറ്റി. ഇപ്പൊ എന്താണ് അവരുടെ പേര്? ഡിക്രൂസും ഫെഡറിക്കും. അവര് ചന്തു അങ്കിളിനെ കാണാൻ കൈ നിറയെ ടൂൾസുമായിട്ട് ഫോർട്ട് കൊച്ചിയിലുള്ള തറവാട്ടിലേക്ക് വരുന്നു. അവിടെ നമ്മുടെ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നു. People wanna step into the party and jive. Watch them make it, break it down. The music will just ooze. What you wanna do, baby? It's on you, baby. Now walk around, man. Who the hell are you? ഇതാണ് ആ കാട്ടിയുടെ വീട്, ചന്തുവിന്റെ. വേഗം ഇറങ്ങി വരാൻ പറ, സ്കൂളും കഴിഞ്ഞ അടുത്ത് പണിക്ക് കൊണ്ടാണ്. സംഗതി കൊള്ളാം. ഗഡി, എനിക്കവളുടെ ഇഷ്ടപ്പെട്ടു. നിനക്കാ? എനിക്കതല്ല, എനിക്ക് അവളുടെ ആണ് ഇഷ്ടപ്പെട്ടത്. ഒന്ന് പതുക്കപ്പരടപ്പാ. ആരെങ്കിലും കേട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മടെ പോകും. Hi guys, are you waiting outside? Coming inside. What would you like to have? Hot or cold? മച്ചോ കുടിക്കണ കാര്യമാണ് പറഞ്ഞേട്ടാ. ഈ സാധനമൊക്കെ കുടിക്കോടാപ്പാ. കുടിക്കോന്നല്ല, ഇതൊക്കെ പിടിച്ച് കടിക്കോന്നാണ് എന്റെ പേടി. കുട്ടിമാളു, who is there? This is a children also. എന്താണ് മച്ചു, എന്താണ് പരിപാടി? ഐ ആം ഡിക്രൂസ്. ഞാൻ ഫ്രാങ്ക്ലിൻ. കുമ്പാരിക്ക് ചെറിയൊരു കൊട്ടേഷൻ ഉണ്ടല്ല, ചാകാൻ റെഡി ആയിക്കോ. എവിടെന്ന് വരുന്നു? ഞങ്ങ പുത്തൂരം പാലസ് എന്നാണ് പറഞ്ഞത്. പുത്തൂരം വീട് പുതിയ പുത്തൂരം വീടായിരിക്കും, പക്ഷെ ചന്തു പഴയ ചന്തു അല്ല. വന്ന കാര്യം പറ. പണ്ട് മച്ചുമായിട്ട് നടന്നിട്ട് കുമ്പാരി ഒരുത്തന്റെ പള്ളക്ക് കത്തി കയറ്റിയില്ലേ, അതിനൊരു സ്കെച്ച് വീണിട്ടുണ്ട്. 8ന്റെ പണി തരാൻ വന്നതാണ്.
ചന്തുവിന്റെ ചീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ചന്തുവിന് സ്കെച്ചിട്ടവരുണ്ട് പലരും പല വട്ടം. പൊന്നിനൊപ്പം തൂക്കി നോക്കിയപ്പോൾ സ്നേഹിച്ച പെണ്ണെന്നെ സ്കെച്ചിട്ടു. ഇരുമ്പാണി തട്ടി സ്ട്രോങ് ആക്കി മുളയാണി വെച്ച് കഞ്ചാവ് തടി കൊണ്ട് വടിവാള് വിളക്കാൻ ഫ്രീക്ക് കൊല്ലണ 16 ഗോൾഡ് കോയിൻ സ്പോയിൽ ചെയ്തവൻ ചന്തു. കൊട്ടേഷന് പോയപ്പോൾ ടൂൾസ് എടുക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞു വെറുതെ സൈസ് ഇറക്കിയവൻ ചന്തു. അങ്ങനെ എന്തെല്ലാം പാടി നടക്കുന്നു വെളിവുകെട്ട ബാൻഡ് ടീമുകൾ നിങ്ങളുടെ നാട്ടിൽ. എനിക്ക് ജസ്റ്റ് മിസ്സായി പോയ ബഡീസ് ആണല്ലോ മക്കളെ നിങ്ങൾ. Go back, my children. Go back.